മുൻപ് ശ്രീമതി സോയ ജോസഫ്, ഇവിടെ ന്യൂനപക്ഷ വിരുദ്ധത സംഘപരിവാറിന്റെ DNA ഉള്ളതാണ് എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് കാലത്തും ഇതൊക്കെ നടന്നിട്ടില്ലേ എന്ന ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കോൺഗ്രസ് അവിടെ എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അവിടുത്തെ കോൺഗ്രസുകാർ എന്ത് ചെയ്തു, എന്താണ് അവരുടെ നിലപാട് ഈ വിഷയത്തിൽ എന്ന് ചോദിക്കുന്നു. അങ്ങനെ കോൺഗ്രസിനും ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പാണോ? അല്ല, കോൺഗ്രസിന് അത്തരം ഒരു കാര്യത്തിൽ ഇരട്ടത്താപ്പ് ഇല്ല എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പിന്നെ CPM ഈ പറയുന്നത് എല്ലാ തരത്തും എല്ലാ സമയത്തും അവരെ സംബന്ധിച്ച് BJP മുന്നോട്ട് വെക്കുന്ന ഇത്തരം അല്ലെങ്കിൽ RSS മുന്നോട്ട് വെക്കുന്ന ഇത്തരം രാഷ്ട്രീയ വംശഹത്യ പോലെയുള്ള അല്ലെങ്കിൽ അതിന് സമാനമായ കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും കോൺഗ്രസിന് എവിടെയാണ് കുറ്റപ്പെടുത്താനാവുക, എവിടെയാണ് കോൺഗ്രസിന്റെ പിഴവുകൾ കണ്ടെത്താനാവുക എന്ന് കണ്ടുപിടിക്കാനാണല്ലോ CPMന്റെ ശ്രമം. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. കാരണം ഇത് അങ്ങനെ സങ്കുചിതമായി കൈകാര്യം ചെയ്തു പോകേണ്ട ഒരു വിഷയമല്ല എന്നുള്ള വലിയ ബോധ്യം എന്നെ സംബന്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിട്ടുണ്ട്. ഇത്രയും കാലം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് 11ാമത്തെ വർഷത്തിലേക്ക് ഒരു 3ാം തുടർച്ചയായ സർക്കാർ BJPയുടെ നേതൃത്വത്തിൽ സംഘപരിവാർ പിന്താങ്ങുന്ന ഒരു സർക്കാർ ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകുമ്പോൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഇന്നലെയും തുടങ്ങിയിട്ടുള്ള ന്യൂനപക്ഷ വേട്ടയല്ല. നമ്മൾ എല്ലാ കാലത്തും കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം, അതിനുശേഷമുള്ള ഒരു 3ാം ഗവൺമെന്റിന്റെ ചരിത്രം, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഈ നാട്ടിൽ മുഹമ്മദ് അഖ്ലഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വീട്ടിൽ മാംസം സൂക്ഷിച്ചു എന്നുള്ള പേരിൽ, ആ മാംസം എന്തിൻ്റെതായിരുന്നു എന്നുള്ള പേരിൽ ഒരു നാട്ടിൽ ആൾക്കൂട്ട കൊലപാതകം നടന്ന നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. കേവലം ഞാൻ പറഞ്ഞത് മുഹമ്മദ് അഖ്ലഖ് എന്ന പേരിലോ അല്ലെങ്കിൽ ഇന്നുണ്ടാകുന്ന പ്രീതി മേരി എന്നുള്ള പേരുകൾ മാറ്റമുണ്ടാകും. ആ പേരുകൾക്ക് ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ ന്യൂനപക്ഷ മതങ്ങളിൽപ്പെട്ട മനുഷ്യരുടെ പേരുകളിൽ വ്യത്യാസമുണ്ടാകും. അവർ ഒരുപക്ഷെ മുസ്ലിം നാമധാരിയായിരിക്കാം, ക്രിസ്ത്യൻ നാമധാരിയായിരിക്കാം. നാമങ്ങളിൽ വ്യത്യാസമുണ്ടാകുന്നു, അവർക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളിൽ വ്യത്യാസമുണ്ടാകുന്നു. പക്ഷെ ആൾക്കൂട്ട വിചാരണയും കൊലപാതകങ്ങളും ആ കുറ്റകൃത്യങ്ങൾ, ആരോപണങ്ങൾ ഇത് നിരന്തരമായി തുടരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംഘപരിവാറിന്റെ കീഴിൽ ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്ത് സുരക്ഷിതരല്ല എന്നുള്ള ആവർത്തിച്ച് പറയാൻ കഴിയുന്ന തരത്തിലേക്ക്, വ്യക്തമാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള തെളിവുകളാണ് നമുക്ക് മുൻപിൽ വന്നു നിൽക്കുന്നത്. ഇതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന കേരളത്തിൽ ഉൾപ്പെടെ ഞാൻ പൗരത്വ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലത്ത് അല്ലെങ്കിൽ ആ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലത്ത് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇത്തരം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യരും ചേർന്ന് നിൽക്കണം. അന്നത് മുസ്ലിങ്ങളെയാണ് ബാധിക്കുന്നത്, അതുകൊണ്ട് അവർ സമരം ചെയ്യട്ടെ എന്ന് ചിന്തിച്ച ആളുകളാണ് ഈ സമൂഹത്തിലെ പല ആളുകളും. അപ്പൊ അതുകൊണ്ട് സംഘപരിവാറിന്റെ വേട്ടയിൽ എല്ലാ ന്യൂനപക്ഷങ്ങളും വന്നു കഴിയും. അതിന് സമയമെടുക്കും, അല്ലെങ്കിൽ അതിന് കാലമെടുക്കും, അത് പലതരത്തിലാകും. പക്ഷെ അത്തരത്തിലുള്ള വേട്ടയാടലുകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യർ ഒരുമിച്ച് നിൽക്കാൻ, ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് നിൽക്കാനുള്ള ജാഗ്രത കാണിച്ചു കഴിഞ്ഞാൽ അതിനെ തുരത്താൻ കഴിയും, അല്ലെങ്കിൽ അതിനെതിരെ വലിയ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് 2 ചേരി മാത്രമാണ്. ഇവിടെ മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ചേരിയും മനുഷ്യത്വ വിരുദ്ധമായി അല്ലെങ്കിൽ മതം മാത്രമായി മനുഷ്യനെ ചുരുക്കുന്ന ഒരു സംവിധാനവും തമ്മിലുള്ള 2 ചേരി മാത്രമേ ഈ രാജ്യത്തുള്ളൂ. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ചേരി, ജനാധിപത്യമില്ലായ്മയിൽ പുലരുന്ന ഒരു ചേരി, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു ചേരി, ആ മതേതരത്വത്തെ ഇല്ലാതാക്കുന്ന വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ഒരു ചേരി. അത് തമ്മിലുള്ള മത്സരമാണ്. അതിനിടയിൽ ഈ ന്യൂനപക്ഷങ്ങളെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട്, അത് മുസ്ലിമാണോ ഹിന്ദുവാണോ അല്ലെങ്കിൽ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നുള്ള തരത്തിലുള്ള ഒരു വിഘടനാവാദം മുന്നോട്ട് വെച്ചുകൊണ്ട് അത്തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും വ്യത്യസ്തമായ ആക്രമണങ്ങളിലൂടെ മനുഷ്യരെ എതിർത്തിക്കൊണ്ട് ആ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന പ്രതിരോധങ്ങളുടെ ശക്തി കുറയ്ക്കാമെന്നുള്ളത് മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ജാഗ്രതയോടുകൂടെ ഇതിനെതിരെ പ്രതിരോധിക്കാനുള്ള ഏക വഴി ജനാധിപത്യത്തിൽ മനുഷ്യരെ നിൽക്കുക എന്നുള്ളതാണ്. ശരി.